സർ, ആക്ച്വലി ലോ ഓഫ് അട്രാക്ഷൻ ഇതൊരു പറ്റിക്കൽ തിയറി അല്ലേ? നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ എത്തിപ്പെടുമോ? ലോ ഓഫ് അട്രാക്ഷൻ ഒരു പറ്റിക്കുന്ന തിയറിയാണെന്ന് പറയാൻ പറ്റില്ല. എന്താ കാര്യം വെച്ചാൽ അത് ലോ ഓഫ് അട്രാക്ഷനെ സയൻറ്റിഫിക്കായ അപ്രോച്ചിൽ കാണാത്തതാണ്. ശരിയാണ്, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വെറുതെ നിങ്ങൾ ആഗ്രഹിച്ചാൽ മതി, അതൊക്കെ ലൈഫിലേക്ക് വന്നു ചേരും, അല്ലെങ്കിൽ നിങ്ങൾ ദിവസം വിഷ്വലൈസ് ചെയ്താൽ വന്നു ചേരും, അതൊക്കെ കളവാണെന്ന് പറയേണ്ടി വരും. കാരണം അങ്ങനെയല്ല. നേരെ മറിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അഥവാ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ അത് നിങ്ങളായിത്തീരുന്നിടത്താണ് ലോ ഓഫ് അട്രാക്ഷൻ സംഭവിക്കുന്നത്. അത് നിങ്ങളിലൊരു വൈബ്രേഷൻ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ അയാളുടെ ലൈഫിൽ രാവിലെ മുതൽ രാത്രി വരെ തീർച്ചയായിട്ടും ലോ ആയി ചിന്തിക്കുന്ന ഒരാളാണ്. അയാളുടെ ഒരു വികാരം എന്ന് പറഞ്ഞാൽ സാഡാണ്, അയാളുടെ ദുഃഖത്തെ പറ്റിയാണ് ആലോചിക്കുന്നത്, അയാളുടെ ലൈഫിൽ എപ്പോഴും അയാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവായ കാര്യങ്ങളാണ്, അയാളുടെ ലൈഫിൽ അയാൾ ഒരിക്കലും റിസോഴ്സ്ഫുൾ അല്ല, അയാളുടെ തോട്ട്സ് ഒന്നും പവർഫുൾ അല്ല, അയാൾക്കൊരു പ്രശ്നത്തിൽ പെട്ട് കഴിഞ്ഞാൽ തകർന്നു പോകുന്ന ആളാണ്. അങ്ങനെയൊക്കെയുള്ള ആളെ സംബന്ധിച്ച് ലോ ഓഫ് അട്രാക്ഷൻ ഒരിക്കലും വർക്കാവില്ല. കാരണം ആ സിറ്റുവേഷൻ ഒരാൾ തകർന്നു പോകുന്നതോ അല്ലെങ്കിൽ ലോ ആയിരിക്കുന്നോ സാധാരണ, പക്ഷെ ആ തകർന്നു പോകുന്ന ലോ ആയിരിക്കുന്ന സിറ്റുവേഷനിൽ അയാൾ കീപ്പ് ചെയ്യുന്ന ഫീലിങ്സിനെ മാറ്റുന്നിടത്താണ് ലോ ഓഫ് അട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ബ്രെയിൻ റെസ്പോണ്ട് ചെയ്യുന്നത് ബ്രെയിനിൽ വരുന്ന തോട്ട്സിനോടും അതിൻ്റെ കെമിക്കൽ എഫക്റ്റിനോടാണ്. ആ കെമിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാവണമെങ്കിൽ ബ്രെയിനിനകത്ത് ഇമോഷണൽ സ്റ്റേറ്റിൽ മാറ്റം വരണം. ആ ഇമോഷണൽ സ്റ്റേറ്റ് മാറണമെങ്കിൽ നമ്മുടെ തോട്ട്സും കണക്റ്റഡ് ആയിരിക്കണം, നമ്മുടെ ബോഡി കണക്റ്റഡ് ആയിരിക്കണം. ഇതെല്ലാം ഒത്തുചേർന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്താണ് ലോ ഓഫ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ ഒരു ഫ്രണ്ട്, അയാൾ സാമ്പത്തികമായിട്ട് ആകെ തകർന്നടിഞ്ഞ് കിടക്കുന്ന അവസ്ഥ. ആ അവസരത്തിൽ അയാൾ ഒരു പേപ്പർ എടുത്തിട്ട് മണി ഈസ് കമ്മിങ് ടു മീ, മണി ഈസ് ഫ്ലോയിങ് ടു മീ എന്ന് എഴുതുകയാണ്. ബട്ട് അയാൾക്കത് വിശ്വസിക്കാനേ കഴിഞ്ഞിരുന്നില്ല. ബട്ട് അന്ന് മുതൽ അയാളെ കയ്യിൽ നിന്ന് പണം കടം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പലർക്കും. അയാൾ ആകെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് സ്റ്റിൽ അയാളുടെ മനസ്സിൽ എവിടെയോ ഒരു സ്പാർക്ക് അയാൾ ചിന്തിക്കാനും ഫീൽ ചെയ്യാനും തുടങ്ങി. അയാളിലേക്ക് പണം വന്നുകൊണ്ടിരിക്കുകയാണ്. അയാൾ അന്നൊക്കെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അയാൾ കൊടുക്കുന്ന കടം തിരിച്ചു കൊടുക്കുമ്പോൾ അയാൾ അതിന് നന്ദി പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ തുടങ്ങി. ആഹാ, ദിസ് മണി ഈസ് കമ്മിങ് ബാക്ക് ടു മീ ഇൻ അബൻഡൻസ്, അല്ലെങ്കിൽ റിട്ടേൺ ചിന്തിച്ചുകൊണ്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ അയാളുടെ ചിന്തയിൽ മാറ്റം വന്നു. അയാൾ കൂടുതൽ ഇല്ലായ്മയിലേക്ക് ഫോക്കസ് ചെയ്യുന്ന RAS മാറിയിട്ട് അയാൾ ഉള്ളതിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു RASലേക്ക് വരിക. അവിടെ അയാളെ തേടി എന്ത് വന്നു? പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരും, അയാളിലേക്ക് പണം വരും, അയാളുടെ പണത്തിന് ഒഴുക്കുണ്ടാവും, സമ്പത്ത് അയാൾക്കൊരു പ്രശ്നമല്ലാതായിട്ട് മാറും. ഇതെല്ലാ തരത്തിലും അങ്ങനെയാണ്. ലോ ഓഫ് അട്രാക്ഷൻ കൊണ്ട് പരാജയപ്പെടുന്നു പറഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ ആസ് ഇറ്റ് ഈസ് ഇപ്പോൾ പറയപ്പെടുന്ന ആ സാധനത്തിലാണെങ്കിൽ ഓക്കെ, അത് പരാജയമായിരിക്കാം. പക്ഷേ ലോ ഓഫ് അട്രാക്ഷൻ എന്നത് ഒരു സയൻറ്റിഫിക് തിയറി ആയിട്ട് അത് ന്യൂറോ സയൻസുമായിട്ട് അസോസിയേറ്റ് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനകത്തുണ്ടാവുന്ന കെമിക്കൽ ചേഞ്ചസിനനുസരിച്ച് പുതിയ ന്യൂറൽ കണക്ഷൻസ് ഉണ്ടാവും ബ്രെയിനകത്ത്. ആ പുതിയ ന്യൂറൽ കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കുന്നിടത്താണ് ബ്രെയിൻ മാറുന്നത്. പക്ഷെ നമുക്ക് ബുദ്ധിമുട്ടാണ്, കാരണം നമ്മൾ ഓൾറെഡി ന്യൂറൽ കണക്ഷനകത്ത് കുടുങ്ങി കിടക്കുക. ആ ന്യൂറൽ സെക്യൂരിറ്റിയെ ഭേദിച്ച് പുതിയൊരു ന്യൂറൽ സെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും? ലോ ഓഫ് അട്രാക്ഷൻ. ഞാനൊരു ന്യൂറോ സയൻറ്റിസ്റ്റ് ഒന്നുമല്ല, പക്ഷേ എൻ്റെ നിരീക്ഷണങ്ങളും എൻ്റെ വായനയും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും വെച്ചുകൊണ്ട് ഞാനത് പറയും. കാരണം അതിനകത്ത് ഒരുപാട് പ്രൂഫ് ഇന്ന് വേൾഡിലുണ്ട്. സയൻറ്റിഫിക് ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാവുന്ന, എടുത്തു കാണിക്കാവുന്ന പ്രൂഫ് നമുക്ക് ന്യൂറോ സയൻസിൻ്റെ കുറേ എക്സാമ്പിൾസ് കാണാം. ഓക്കെ, താങ്ക് യു. ഓക്കെ.